എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേഴ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വൃത്തിയുള്ള വീടിന് വേണ്ട കുറച്ച് ശീലങ്ങൾ നോക്കാം. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ വീട് വൃത്തിയാക്കി വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും അടിച്ചു വാരും അല്ലെങ്കിൽ എല്ലാ ദിവസവും തുടച്ചിടും. എന്നിട്ടും എന്തെങ്കിലും ഒരു പോരായ്മ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? നമ്മുടെ വീട് വൃത്തിയായിട്ടില്ല അല്ലെങ്കിൽ വീട് കാണാനായിട്ട് ഒരു അടക്കും ചിട്ടയില്ല എന്ന് തോന്നാറുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നില്ല. നമ്മൾ വീട് അടിച്ചു തുടച്ചിട്ടാലും നമ്മുടെ വീട് എപ്പോഴും നീറ്റായിട്ടും ക്ലീനായിട്ടും ഇരിക്കും. ആവശ്യമില്ലാതെ ഒരു സാധനങ്ങളും അവിടെ ഇവിടെയും വീട്ടിൽ കാണാനായിട്ട് സാധിക്കില്ല. എപ്പോഴും നല്ലൊരു ഓർഗനൈസ്ഡ് ഫീലിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വൃത്തിയുള്ള വീടിന് വേണ്ട ആ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് ഇതുപോലുള്ളൊരു ബോക്സ് സൂക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെറും ഒരു ബോക്സ് അല്ല, ഇതൊരു ഡൊണേഷൻ ബോക്സ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ നമ്മൾ ചില കടകളിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ ഡൊണേഷൻ ബോക്സ് എന്ന്. അപ്പോൾ നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ ബോക്സിൽ നമ്മളിടുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അലമാരിയിൽ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് നോക്കുമ്പോഴായിരിക്കും അവിടെ ഒരു കുർത്ത ഇരിക്കുന്നത് കാണുന്നത്. അത് കുറേ നാളായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നില്ല, ഒരു വർഷമെങ്കിലായിട്ടുണ്ടാവും നമ്മളത് ഉപയോഗിച്ചിട്ട്. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഒട്ടും താമസിക്കേണ്ട ഈ ബോക്സിലെടുത്ത് വയ്ക്കുക. കാരണം നമുക്കത് ആവശ്യമില്ല, ഒരു കൊല്ലമായിട്ട് നമ്മളത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുവാണ്. അപ്പോൾ അതിങ്ങനെയുള്ളൊരു ബോക്സിലെടുത്ത് വയ്ക്കുക. പിന്നെ അടുക്കളയിൽ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത കൈലുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളുണ്ടാവും. കുറേ നാളായിട്ട് നമ്മളത് ഉപയോഗിച്ചിട്ടില്ല, നമുക്കൊരു ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഈ ബോക്സിലെടുത്ത് വയ്ക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് കളയണം, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്ത എന്തെങ്കിലും മാഗസിൻസ്, അല്ലെങ്കിൽ തൂക്കി വിറ്റതിന് കാശ് കിട്ടുന്ന മാഗസിൻസ്, അങ്ങനെയുള്ള മാഗസിൻസൊക്കെ നമുക്ക് ഈ ബോക്സിലെടുത്ത് വയ്ക്കാം. അപ്പോൾ എന്നിട്ട് ഈ ബോക്സ് നമ്മൾ എല്ലാ മാസവും അവസാനം എടുത്ത് നോക്കുക. ഇതിൽ നല്ല സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന സാധനങ്ങളുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുക. അപ്പോൾ കുർത്തയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മറ്റാർക്കെങ്കിലും ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. നമ്മളധികം ഇട്ടിട്ടൊന്നുമില്ല, മോശമായിട്ടൊന്നുമില്ല, പക്ഷെ നമുക്കതെന്തോ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ആണെങ്കിൽ നമുക്കത് ആർക്കെങ്കിലും കൊടുക്കാം. അതും അല്ലെങ്കിൽ ഇപ്പോൾ കയ്യിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനത്തെ കയ്യിൽ ഉപയോഗിച്ചില്ലെങ്കിലും ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കാം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അതും അല്ലെങ്കിൽ നമുക്കിത് കളയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ബോക്സിലെടുത്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ബോക്സ് സൂക്ഷിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് അലമാരിയിൽ തന്നെ വെച്ചിട്ട് എപ്പോഴെങ്കിലും കളയാമെന്ന് വെച്ചാൽ നമ്മളത് കളയലുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ആ സാധനങ്ങൾ അടുക്കളയിൽ വെച്ചിട്ട് അത് കളയാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും കളയലുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സായിട്ട് നമ്മൾ എടുത്തിട്ട് അതിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മളത് കാണുമ്പോൾ അത് കളയാനായിട്ട് ഓർക്കും. എല്ലാ മാസവും നമ്മൾ ആ ബോക്സ് ഒന്ന് പരിശോധിക്കുക. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കാണുന്ന സാധനങ്ങൾ, നമുക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്ന സാധനങ്ങൾ ഇതുപോലുള്ള ബോക്സിൽ എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ടും നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബോക്സ് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ബോക്സാണ് ഇതും. ഇതിൻ്റെ പേര് ഡ്രോപ്പ് ബോക്സ് എന്നാണ്. അതായത് നമ്മൾ ആരുടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഉപയോഗശേഷം എടുത്ത് ഈ ബോക്സിൽ വയ്ക്കുക. ചിലപ്പോൾ അതൊരു ബുക്കായിരിക്കും, അതും അല്ലെങ്കിൽ ഒരു പാത്രമായിരിക്കും. നമുക്ക് നമ്മുടെ അടുത്ത വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മധുരപലഹാരമോ ഒക്കെ തന്ന പാത്രമായിരിക്കും. ചിലപ്പോൾ അത് നമ്മൾ കൊടുക്കാനായിട്ട് മറന്നു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ബോക്സിലെടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മളത് സ്ഥിരമായിട്ട് കാണുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കുക. സ്ഥിരമായിട്ട് നമ്മൾ പോകുന്നതിന് മുന്നേ ആയിട്ട് ആ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിലെന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ എടുക്കുക, അപ്പോൾ അതവർക്ക് കൊടുക്കുക. അതും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റി വാങ്ങണം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ബോക്സിലെടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊന്നും മറന്നു പോവില്ല. അപ്പോൾ നമുക്ക് കൊടുക്കണം എന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യണം എന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ സൂക്ഷിച്ച് വെക്കുന്നത് വഴി നമുക്ക് അത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനൊരു ഡ്രോപ്പ് ബോക്സ് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ബെഡ്റൂമിലൊന്നും വെക്കാതിരിക്കുക. കുറച്ച് ഡെക്കറേറ്റീവായിട്ടുള്ള ബോക്സൊക്കെ ആയിട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നമ്മുടെ ഹാളിലോ അല്ലെങ്കിൽ അതുപോലുള്ള എവിടെയെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരോടും പറയാം, ഇങ്ങനെ ഒരു ബോക്സ് നമുക്കുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഓഫീസിൽ നിർബന്ധമായിട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് തലേദിവസം ഈ ബോക്സിലെടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് രാവിലെ ഈ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതെവിടെ ഞാൻ വെച്ചെന്നുള്ള ആ മറവിയിടൊന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. മാത്രമല്ല ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വഴി നമ്മുടെ വീട് വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ആ പാത്രം അവിടെ ഇരുന്നു, കുറേ നാളായിട്ട് അവിടെ ഇരിക്കുന്നു, നമ്മൾ കൊടുക്കാൻ മറന്നുപോയി, പിന്നെ അവർ വന്ന് ചോദിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഓർക്കുന്നു, അയ്യോ അന്ന് അങ്ങനെ ഒരു പാത്രം തന്നിരുന്നല്ലോ, നമ്മൾ കൊടുത്തില്ലല്ലോ. അപ്പോൾ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത ടെൻഷനും ആവശ്യമില്ലാത്ത സംഭാഷണത്തിനൊക്കെ വഴിവെക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമുക്കൊന്ന് ഓർഗനൈസ്ഡ് ആവാനായിട്ട് സാധിക്കും.
ഇനി അടുത്തതായിട്ടുള്ളൊരു സംഭവമാണ് ഗിഫ്റ്റുകൾ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഗിഫ്റ്റുകൾ കിട്ടാനും അതുപോലെ കൊടുക്കാനും ഒക്കെ. പക്ഷേ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഗിഫ്റ്റായിട്ട് കിട്ടിയാലോ? അപ്പം നമ്മളത് സൂക്ഷിച്ച് വയ്ക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് സന്തോഷം നൽകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പക്ഷെ ചില ഗിഫ്റ്റുകൾ നമുക്ക് സന്തോഷമൊന്നും തരുന്നില്ല. ഇതിന് എടുത്തു വയ്ക്കാനായിട്ട് സ്ഥലം കണ്ടെത്തണമെന്നുള്ള ചിന്തയാണ് തരുന്നതെങ്കിൽ നമുക്കത് ആവശ്യമില്ലല്ലോ. അപ്പം നമുക്കത് ആവശ്യമുള്ള ആർക്കെങ്കിലും കൊടുക്കാം, അതിൽ യാതൊരു തെറ്റുമില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു എമർജൻസിയാണിത്. ഇപ്പോൾ ഓൾറെഡി വീട്ടിൽ 2 എമർജൻസി ഉണ്ട്. അപ്പോൾ മൂന്നാമതൊരെണ്ണോട് കിട്ടിക്കഴിഞ്ഞാലോ നമുക്കത് ആവശ്യമില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ആ ഒരു എമർജൻസിയിലായിട്ട് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടാവും, അപ്പോൾ അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ പാത്രങ്ങൾ, ചിലപ്പോൾ ഹൗസ് വാമിങ്ങിനൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പാത്രങ്ങളൊക്കെ കിട്ടാറുണ്ട്. അത് നമ്മൾ അവർ തന്നതല്ലേ ഇവർ തന്നതല്ലേ എന്ന് ഓർത്ത് സൂക്ഷിച്ച് ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. പക്ഷെ അതിൽ യാതൊരു അർത്ഥവും ഇല്ല. നമ്മൾ കുറേ നാളതങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെച്ച് നമ്മുടെ ആ ഒരു സ്ഥലം കളയാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ വീട് മൊത്തം ക്ലീൻ ചെയ്യുമ്പോൾ അതെടുക്കണം, അല്ലെങ്കിൽ അത് അവിടെ പൊടി പിടിച്ചിരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതൊഴിവാക്കാം. നമുക്കിത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവർക്ക് കൊടുക്കാം. അപ്പോൾ അവരിലേക്ക് അത് കിട്ടുമ്പോൾ ചിലപ്പോൾ നല്ല സന്തോഷമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ വീട് ഓർഗനൈസ്ഡ് ആക്കി വെക്കാനായിട്ട് സാധിക്കും. ഗിഫ്റ്റ് എന്ന് പറയുന്നത് സൂക്ഷിച്ച് കാലങ്ങളോളം വെക്കുക എന്നുള്ളതല്ല, സന്തോഷത്തോടെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. സന്തോഷം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്കത് സന്തോഷം കിട്ടുന്ന ഉറപ്പുള്ള ഒരാൾക്ക് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകുമ്പോൾ വെറും കൈയോടെ പോവാതിരിക്കുക. അപ്പോൾ ഒരു മുറിയിൽ നിന്ന് നമ്മൾ അടുത്ത മുറിയിലേക്ക് പോകുമ്പോൾ വെറും കൈയോടെ പോകുന്നത് അതെന്താ അതിന് ചിലപ്പോൾ ചിന്തിക്കും. വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു മുറിയിൽ നിന്ന് പോകുമ്പോൾ ആ മുറിയിൽ എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമില്ലാത്തതുണ്ടാവും, അല്ലെങ്കിൽ സ്ഥാനം തെറ്റിയിരിക്കുന്നുണ്ടാവും. ആ സാധനങ്ങളെടുത്ത് അത് അതിൻ്റെ സ്ഥാനത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് ഹാളിലിരിക്കുകയാണ്, അപ്പോൾ അവിടെ ഇന്നലത്തെ പത്രമുണ്ട്, ഡയറക്റ്റ് ആ പത്രം എടുക്കുക, അത് കൊണ്ടുപോയിട്ട് വെക്കേണ്ടത് എവിടെയാണോ അവിടെ വയ്ക്കുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാതെ പലതും സ്ഥാനം തെറ്റിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആക്കി എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ഒരു മുറി വിട്ടു പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കുക, അവിടെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഇരിപ്പുണ്ടോ എന്ന്. ചിലപ്പോൾ ഒരു ചായയുടെ കപ്പായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വേഗം തന്നെ എടുത്തുകൊണ്ട് പോയി കഴുകി വയ്ക്കുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാവുക. അപ്പോൾ നമ്മളിന്ന് 4 കാര്യങ്ങളാണ് വീട് വൃത്തിയായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടത്. ഈ 4 കാര്യങ്ങൾ വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് ലൈഫിൽ അധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും ഈ കാര്യങ്ങൾ ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.